ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും ഇവിടെ സുഖം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ എണീച്ച് വന്നതും ഞങ്ങൾ കെണി കാണുന്നത് കുമലാണ് കേട്ടോ. ഇന്നലെ രാത്രി ചെറുങ്ങനെ ഇടിയെല്ലാം പൊട്ടുന്നുണ്ടിനി. അങ്ങനെ ഇന്ന് രാവിലെ ഉപ്പ വെറുതെ പുറത്തോട്ട് നിസ്കാരം കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു കറിക്കുള്ള ഒരു കുമരി വീടറിഞ്ഞിട്ടൊന്നുമില്ല, മുട്ടാണ്. അങ്ങനെ ഉമ്മ എന്താക്കി, ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഉമ്മ എന്താക്കി, പെട്ടെന്ന് കറിയാക്കാം ഞാൻ അവിടെ നിന്ന് അത്രയും ദൂരത്ത് നിന്ന് വന്ന് കറിയാക്കാന്ന് വെച്ചാൽ നടക്കില്ല. വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടാവും, വൃത്തിയാക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഒരു 3-4 ദിവസമായിപ്പം വീട്ടിൽ നിന്ന് വന്നിട്ട്. അങ്ങനെ അപ്പം ഉമ്മ എന്താക്കി, പെട്ടെന്ന് കറിയെല്ലാം ആക്കിയിട്ട് കൂട്ടിയിട്ട് തന്നെ പോയിക്കോന്നും പറഞ്ഞിട്ട് ഉമ്മ കറിയാക്കാൻ നിന്നതാണ്. ഉമ്മ അത് കുമല നന്നാക്കുമ്പോഴത്തേക്ക് ഷാല് അതിൻ്റെ ബാക്കിയെടുത്ത് പുറത്തിടുന്നുണ്ട്. മോൻ അങ്ങനത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എണീച്ച് പാടും തന്നെ ഓൻ 5 മണി 4:30 മണിയാകുമ്പോഴത്തേക്ക് ഓനെ ഉറക്ക തരും. അങ്ങനെ നമുക്കിതെന്ന് വെച്ചെങ്കിൽ കുമൽ ഒരുപാട് കാലത്തിന് ശേഷം കിട്ടിയതാട്ടോ. കുറേ ആയി പൊന്താണ്ട് ഞങ്ങളാർ ചുറ്റുപാടായിട്ട്. അതെല്ലാം കിട്ടി എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിട്ടോ. ചുറ്റുവട്ടവും കുടുംബത്തിലും എല്ലാം ഞങ്ങൾ പണ്ട് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നുണ്ടായി. ഇപ്പം ഞങ്ങൾക്ക് കിട്ടാണ്ട് കുറേ ആയി. അങ്ങനെ കിട്ടുന്നതാണ് ഇത്. അങ്ങനെ ഷാൻ്റെ അടുത്തും എല്ലാം പാത്രം മാറ്റി വെച്ചതാണേ. എല്ലാം ഭാര്യ നിലത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ആയതുകൊണ്ട് വാതിലും അപ്പോൾ നല്ല വർക്കാണ്, എണീച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഉമ്മ എന്താക്കി, കറിയാക്കാനുള്ള പുറപ്പാടിലാണ്. കുട്ടി കളിക്കുന്നല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്താക്കി, പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഉമ്മ എന്താക്കി ക്ലീനാക്കി നെയ്ച്ചോറും കുമലിൻ്റെ കറിയും ആക്കി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് ഉമ്മ ഒരു കുമൽ കിട്ടിയാൽ ഒറ്റ പൊന്തുമല്ലോ, അങ്ങനെ കിട്ടിയെങ്കിലൊക്കെ 2 തക്കാളി ഉള്ളിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ കറിയാക്കിയിട്ട് ഇതേപോലെ വറ്റിച്ചിട്ടാക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ നാഷ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് ഞാനും എന്താക്കി നാഷ്ടാക്കാൻ നിൽക്കണം കേട്ടോ. നാഷ്ടെല്ലാം ആക്കി കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് അപ്പോൾ അതിലും ഷാലിലും എടുത്ത് കുറച്ച് നേരം ഇരുന്ന് വാക്കെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നതെന്ന് വെച്ചെങ്കിൽ വീട്ടിൽ നിന്ന് ഓട്ടോ വരാൻ പറഞ്ഞതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് സ്ഥിരവും പോകുന്ന ഓട്ടോക്കാരെ വിളിച്ചപ്പോൾ വരാനാവില്ല പറഞ്ഞ്. പിന്നെ അവിടെ പോയി ഉപ്പ എന്നെ കൊണ്ടാക്കി തരാൻ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി, ഇവിടുന്ന് ഞാൻ വന്ന ഓട്ടോക്കാരൻ എന്നെ വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇത് വെച്ചാൽ ഷാലിന് ചതി തന്നതാണേ. ഞാൻ പാതിരി മടി കിടന്നതിന് ഒന്നും തിരിയുന്നില്ല. അങ്ങനെ ദിവസം ഞങ്ങൾ ബാഗെല്ലാം പാക്കാക്കി ഉച്ചയാക്കുമ്പോൾ ഒരു ചെറിയൊരു മഴ, നല്ലൊരു മഴ ഉണ്ടായിരുന്നു. നല്ലോണം പെയ്തു പോയി. പിന്നെ കുടിക്കാനുള്ള വെള്ളവും ബാഗിലൊക്കെ ആക്കാനുള്ളതെല്ലാം ഉമ്മ പിന്നെ എല്ലാം പാക്കാക്കി. വരുമ്പോൾ ഒരു കെട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ 3-4 കെട്ടുണ്ടാവും. ഇത് പിന്നെ ഡ്രസ്സ് എടുത്തതും പിന്നെ അന്ന് പോകുമ്പോൾ കുറച്ചിട്ട് കുട്ടികളുടെ ഡ്രസ്സ് വെച്ച് വൈകി പോകുന്നല്ലേ, ചെറുതാന്നല്ലേ എന്നിട്ട് എല്ലാം എടുത്ത് ഒരുക്കിയതാണ്. ഉപ്പ പിന്നെ ഷാലിൻ്റെ അടുത്ത് കളിപ്പിച്ചുകൊണ്ടുണ്ട്. ഇനിയിപ്പോൾ പോയാലും ഇവിടെ ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ആയിരിക്കും, നിശബ്ദതയായിരിക്കും കേട്ടോ. അങ്ങനെ കാത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാപ്പ വരുന്നത്. പിന്നെ ഓരെന്താക്കി വന്ന് ചായ എല്ലാം കുടിച്ച് ഞങ്ങളങ്ങനെ അതേ ഓട്ടോ തന്നെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പെങ്ങൾ വരുന്നുണ്ട്, ചെറിയ പെങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓളെയും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, ഓളെ വീടിൻ്റെ അടുത്ത്. ഓളെയും കൂടി കൂട്ടിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.